പ്രേക്ഷകരെ, നമ്മുടെ കുടുംബവിളക്കിൽ അവസാന ഭാഗം എത്തുമ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് കൂട്ടായി നമ്മുടെ രോഹിത് എത്തുകയാണ്. അത് നമ്മുടെ സുമിത്രയെ രോഹിത്തിനൊപ്പം കൊണ്ടുപോകാനായിരിക്കുമോ? അതേ പ്രേക്ഷകരെ, നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സുമിത്ര പൂജയുടെയും അപ്പുവിന്റെയും ആ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ശ്രീനിലയത്തിൽ ഇങ്ങനെ ആ ഒരു നിലവിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ പഴയ ആദ്യ ഭാഗത്തിലെ നമ്മുടെ സുമിത്രയെ ഓർമ്മപ്പെടുത്തുന്ന രംഗം കേട്ടോ. നമ്മുടെ എപ്പോഴും സന്ധ്യയാകുമ്പോൾ നിലവിളക്കം കത്തിച്ച് വരുന്നൊരു സുമിത്രയാണല്ലോ നമുക്ക് കുടുംബവിളക്ക് ആദ്യ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത്. അത് തന്നെ സെയിം നമ്മുടെ രണ്ടാം ഭാഗത്തിന്റെ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സുമിത്ര നിലവിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ മുറ്റത്ത് വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഹിത്തും അവിടെ വന്നിങ്ങനെ സുമിത്രയെ എന്ന് പറഞ്ഞ് വിളിച്ചിങ്ങനെ ചിരിക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുമിത്രയെ ആശ്വസിപ്പിക്കുന്നതും ശേഷം നമ്മുടെ സുമിത്ര രോഹിത്തിനടുത്തോട്ട് പോകുമ്പോൾ രോഹിത് ഇങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ രോഹിത്ത് നിന്ന സ്ഥലം ഇങ്ങനെ സുമിത്ര അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഓഹോ, രോഹിത് എന്നോട് എപ്പോഴും ഉണ്ടല്ലോ, രോഹിത്തിൻ്റെ ഓർമ്മകളിൽ ഞാൻ എന്നും ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ സുമിത്ര. എന്തായാലും നല്ലൊരു ക്ലൈമാക്സ് തന്നെയാണ് നമ്മുടെ കുടുംബവിളക്കിന്. അതല്ലേ പ്രേക്ഷകരെ, എല്ലാവർക്കും ഒരു സന്തോഷം. ഇത്രയും നാളും ദുരിതം അനുഭവിച്ച സുമിത്രയുടെ ആ ഒരു ചിരിക്കുന്ന മുഖത്തോടു കൂടിയുള്ള ഒരു ക്ലൈമാക്സ്. അതെ പ്രേക്ഷകരെ, അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി നമ്മുടെ കുടുംബവിളക്കിൻ്റെ മൂന്നാം ഭാഗം വരുമോ ഇല്ലയോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? മൂന്നാം ഭാഗം വേണോ, അല്ലെങ്കിൽ ഇതോടുകൂടി തന്നെ പൂട്ടിക്കെട്ടണോ? പ്രേക്ഷകരെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.